എറണാകുളം മൂവാറ്റുപുഴയിൽ SIയെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ കസ്റ്റഡിയിൽ. പ്രതികളുടെ 3 സുഹൃത്തുക്കളാണ് കല്ലൂർക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ രക്ഷപ്പെടാൻ ഇവർ സഹായിച്ചു എന്നാണ് സൂചന. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി. ലാൽകൃഷ്ണൻ, എന്താണ് ഇവർക്ക് വൈരാഗ്യമുണ്ടായിരുന്നോ? കാറിടിച്ച് കൊലപ്പെടുത്തുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നത് എങ്ങനെയാണ്? സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ പ്രതികളുമായി അടുത്ത ബന്ധമുള്ള അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരാണ് നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. കല്ലൂർക്കാട് പോലീസ് ഇവരെ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ 2 പ്രതികളുമായിട്ടും സംസാരിക്കുകയും അവരോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്ത 2 പേരാണ് നിലവിൽ 3 പേരാണ് നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരിൽ നിന്ന് പ്രതികളിലേക്ക് കടക്കുന്നതിനുള്ള സൂചനകളാണ് പോലീസ് തരുന്നത്. ഇവർ രക്ഷപ്പെട്ട വാഹനം കണ്ടെത്തിയെന്ന് ഒരു റിപ്പോർട്ടുണ്ട് എങ്കിൽ പോലും പോലീസ് ഇതുവരെ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പ്രതികളെക്കുറിച്ച് വ്യക്തമായ വിവരമുണ്ട്. തൊടുപുഴ സ്വദേശികളാണ് എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. ഈ പ്രതികൾ വാഹനം കതിലക്കാട് ഭാഗത്ത് വെച്ച് വാഹനത്തിൽ എന്തോ പൊതി കൈമാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയായിരുന്നു SI കൂടിയായ മുഹമ്മദ് ഈ പരിശോധനയ്ക്ക് വേണ്ടി എത്തിയത്. ആ സമയത്താണ് കാർ പെട്ടെന്ന് പിന്നോട്ടെടുക്കുകയും അദ്ദേഹത്തിന് സാരമായി പരിക്കേൽക്കുകയും ഒടുവിൽ ശസ്ത്രക്രിയ വരെ വേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. കാറും കാറിൻ്റെ ഉടമയും തൊടുപുഴ സ്വദേശികളാണ് എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ പ്രതികളെക്കുറിച്ച് കൃത്യമായൊരു സൂചന ഇതുവരെ ലഭിച്ചിട്ടില്ല. സംഭവം നടന്ന 18 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ടിട്ടുണ്ട്. ഒരു SIക്കാണ് കാര്യമായി പരിക്കേറ്റിരിക്കുന്നത്. പക്ഷേ പ്രതികളിലേക്ക് കടക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. CCTV അടക്കമുള്ള പരിശോധനകൾ നടത്തിയെങ്കിലും ആ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട രീതിയിൽ ഒന്നും കണ്ടെത്താനാകാത്തതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. പക്ഷേ പ്രതികൾ സർവലൈൻസിൽ തന്നെയുണ്ട് എന്നുള്ളതാണ് ഒടുവിൽ വിവരം ലഭിക്കുന്നത്. ശരി, ലാൽകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.